അതിൻ്റെ പ്രധാനപ്പെട്ടൊരു വശം നമ്മൾ ശ്രദ്ധിച്ചു, ഞാനത് ആവർത്തിക്കുന്നില്ല. അഖീദയിലാണ് ആദ്യത്തെ നന്നാക്കൽ. എങ്ങനെ? കല്ലിനെയും അതേപോലെ തന്നെ കരടിനെയും നിസ്സാരരായ സൃഷ്ടികളെയും നക്ഷത്രഗോളങ്ങളെയും മലക്കുകളെയും പ്രവാചകന്മാരെയും വരെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ആ സമൂഹം, അവരെ തൗഹീദിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് അവരെ ബോധ്യപ്പെടുത്തിയത്. അർഹതയുള്ളവനെ മാത്രമേ ആരാധിക്കാവൂ. നിങ്ങളെ സൃഷ്ടിച്ചവൻ, സാക്ഷാൽ ആരാധ്യൻ, അണ്ടകടാഹങ്ങളുടെ ഉടമസ്ഥൻ, ആരാധനയ്ക്ക് യോഗ്യതയുള്ളവൻ, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. കാര്യകാരണങ്ങൾ നിരത്തിയിട്ട് നിങ്ങളെ സൃഷ്ടിച്ചു, പൂർവികരെ സൃഷ്ടിച്ചു, ഭൂമിയെ വിരിപ്പാക്കി, ആകാശത്തെ എടുപ്പാക്കി, അതിൽ നിന്ന് മഴ ചൊരിഞ്ഞു, ആ മഴ മുഖേന കനികൾ ഉൽപ്പാദിപ്പിച്ചു, കാണാൻ കണ്ണുകൾ നിങ്ങൾക്ക് നൽകി, കേൾക്കാനുള്ള കാതുകൾ, പിടിക്കാനുള്ള കൈകൾ, നടക്കാനുള്ള കാലുകൾ, ഇതൊക്കെ നൽകി. ആർക്കും എതിര് പറയാനില്ല. ഇതൊക്കെ ആരാ ചെയ്തത്? അവരെ അങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ടുവന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉദാഹരണം നിങ്ങൾ നോക്കൂ. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ തൗഹീദ് പുൽകി ആദ്യകാലത്ത് തന്നെ. അതുമായി വീട്ടിൽ ചെന്നു. വീട്ടിൽ ബഹുദൈവാരാധനയാണ്. അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. ബഹുദൈവാരാധന അത് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്തതാണ്. അനശ്വര നരകം വിധിക്കപ്പെടുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് ശിർക്കിൻ്റെ ഇരുട്ടിൽ നിന്ന് തൗഹീദിൻ്റെ വെളിച്ചത്തിലേക്ക് വന്ന അമ്മാർ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിൽ ആ മാറ്റം വരുത്താൻ ആഗ്രഹിച്ചു. നബിയുടെ മാതൃക സ്വീകരിച്ച അങ്ങനെ ആദ്യം തൗഹീദിലേക്ക് വരണം, ശിർക്കിൽ നിന്ന് ശുദ്ധിയാകണം. ഉമ്മയും വാപ്പയും കേട്ടില്ല. കുറേ ദിവസം അദ്ദേഹം ക്ഷണിച്ചു നോക്കി, വന്നില്ല. ഒരു ദിവസം അദ്ദേഹം തീരുമാനിച്ചു, വീട്ടിലെ ആ കോവിലിൽ, വീട്ടിൻ്റെ അകത്തുള്ള ആരാധനാമുറിയിൽ, പൂജാമുറിയിലുള്ള വിഗ്രഹത്തെ ഒന്ന് ഒളിപ്പിച്ചു വെക്കാം. എന്നാലെങ്കിലും അവർ ചിന്തിക്കട്ടെ, ദൈവത്തെ തിരഞ്ഞെടുത്തിട്ടെങ്കിൽ ഇതിന് കഴിവില്ല എന്നൊന്ന് മനസ്സിലാക്കട്ടെ. അതിനുവേണ്ടി അവർ കിടന്നുറങ്ങുമ്പോൾ ആ വിഗ്രഹത്തെ എടുത്തു മാറ്റുമ്പോൾ ഉമ്മ എണീറ്റു. പെട്ടെന്ന് ഉമ്മ എണീറ്റെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ വിഗ്രഹം താഴെ വീണ് പൊട്ടി. അദ്ദേഹം പതറിയില്ല. ഉമ്മ വലിയൊരു ശബ്ദം ഉണ്ടാക്കി ബേജാറായിട്ട്, ദൈവമല്ല താഴെ വീണ് കിടക്കുന്നത്. അപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, ഉണ്ടല്ലേ, ഇത് ശരിക്കും ദൈവമാണെങ്കിൽ ഇവിടെ എങ്ങനെ കഷ്ണമായിട്ട് ഇളകി കളിക്കും നിലത്ത്? ഉമ്മ ഒന്ന് ചിന്തിക്കും. ആ പാതിരാവിൽ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു, പാപ്പയും സ്വീകരിച്ചു. നമ്മൾ പറയേണ്ട താമസം ഉണ്ടാവുള്ളൂ. ചിലർക്ക് ഒരവസരം കിട്ടണ്ടേ? അവർക്ക് പ്രവാചകനിൽ നിന്ന് മാതൃക കിട്ടിയാൽ പിന്നെ അവർക്ക് ഉറക്കല്ല. സ്വന്തം വീട്ടുകാരെ സ്വീകരിക്കാഞ്ഞിട്ട് വെപ്രാളമാണ്, അല്ലേ? വേറെ ഒരു മനുഷ്യൻ സെയ്ദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം തീരുമാനിച്ചെന്തെന്നറിയാമോ? വാപ്പാനോട് പറഞ്ഞിട്ടും നന്നാവുന്നില്ല. അവസാനം വാപ്പാനോട് പറഞ്ഞു, ഇനി ചോറ് തരണമെങ്കിൽ, ഭക്ഷണം തരണമെങ്കിൽ തൗഹീദ് സ്വീകരിക്കണം. പട്ടിണിയായി അദ്ദേഹം. വാപ്പാക്ക് തിന്നാൻ കൊടുക്കൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഇനി എൻ്റെ അടുത്തുനിന്ന് ഭക്ഷണം. അദ്ദേഹത്തിന് തയ്യാറല്ല. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിൽ വന്നിട്ട് പരാതി പറഞ്ഞു, നിങ്ങളെ മതത്തിൽ ചേർന്നതിന് ശേഷം എൻ്റെ മോൻ എനിക്ക് തിന്നാൻ തരുന്നില്ല, നിങ്ങളുടെ മതത്തിൽ ചേർന്നതിന് ശേഷം എൻ്റെ മോൻ എനിക്ക് ഭക്ഷണം തരുന്നില്ല. നിൻ്റെ മതത്തിൽ അങ്ങനെ ഉണ്ടോ? നിൻ്റെ മതം സ്വീകരിക്കാത്ത വാപ്പാർക്ക് ഭക്ഷണം കൊടുക്കരുതെന്നുണ്ടോ എന്ന് ചോദിച്ചു. സൂറത്തുൽ ബഖറയിലെ 272 ആയത്ത് ആ മകനെ വിളിച്ച് ചോദി കേൾപ്പിച്ചു. ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസികും. ഒരാളെ ഹിദായത്തിലാക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുക്കും. നിങ്ങൾ ചെലവിന് കൊടുക്കുന്നത് നിങ്ങളുടെ നഫ്സിന് വേണ്ടി. അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ആദ്യം ചെലവാക്കേണ്ടത് വാപ്പാക്കാണ്. മുസ്ലിമാണോ അല്ലേ നോക്കേണ്ടതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? അത് അവിടെ പ്രവാചകൻ തിരുത്താണ്. ഒരാൾ ദഅവത്തിൻ്റെ വിഷയത്തിൽ തെറ്റിയാൽ പ്രവാചകൻ പറഞ്ഞത് പാടില്ല. ഖുർആൻ ആയത്തോതി എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി ശുദ്ധീകരിക്കാൻ തെളിവാണ് ഞാൻ പറയുന്നു. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം, നന്നാക്കിയെടുത്ത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ബലപ്രയോഗം പാടില്ല, പ്രലോഭനവും പാടില്ല, പ്രകോപനവും പാടില്ല, തെളിവ് നിരത്തെ ക്ഷണിക്കുക, അതാണ് ജോലി. 2 വിഷയം തൗഹീദിലേക്ക് ക്ഷണിച്ചൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒരു കാര്യം കൂടി പറയാം. ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഓടി വന്നിട്ടൊരു പരുക്കൻ മുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ്റെ കഴുത്തിലിട്ട് മുറുക്കിയാണ് പിടിച്ചു. കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, കുറേ ബഹളം വെച്ചു. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി വന്നപ്പോൾ നബി തടഞ്ഞു. അത്ര വലിയ പ്രയാസമൊന്നുമില്ല, കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവരടങ്ങിയിരുന്നു. അദ്ദേഹം തല്ലാമെന്നാണ്. അവരടങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഹുസൈൻ ബിനുൽ മുൻസിർ. ആ ഹുസൈൻ ബിനുൽ മുൻസിർ ചോദിച്ചു, നീ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് വാദിക്കുന്നുണ്ടോ? നീ ഞങ്ങളുടെ ഈ ദൈവങ്ങളൊക്കെ ആരാധിക്കരുത് എന്ന് വാദിക്കുന്നുണ്ടോ? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വാദിക്കുന്നുണ്ടോ? കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു മുശ്രിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പറയാൻ പറ്റണ്ടേ? കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിയിട്ടായി ചോദ്യമൊക്കെ, ഗുണ്ടായിസം. അവസാനം അദ്ദേഹം ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചാണ് തീർന്നു.
ഫലമ്മാ സക്കത്ത, അദ്ദേഹം മടങ്ങിയപ്പോൾ ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കം ഇലാഹൻ തഅബുദ്, നീ എത്ര ദൈവത്തെ ആരാധിക്കുന്നുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഅബുദു സബ്അതൻ സിത്തത്തൻ ഫിൽ അർദ്. പറയാം, ആവേശമൊക്കെ തണുത്തു. നബി അന്നേരം തന്നെ അതിന് പ്രതികരിക്കാൻ നിന്നാലും ചുറ്റുപാടുള്ളൊരു ബഹളം വെക്കാൻ നിന്നാൽ ഇയാൾക്ക് ഇത് പറഞ്ഞെടുക്കാൻ പറ്റില്ല. നബി ആരെയും ബഹളം വെക്കാൻ ശ്രമിച്ചാലും നബി ബഹളം വെച്ചതില്ല, മിണ്ടാന്ന്. അയാൾക്ക് പറയാനുള്ളതൊക്കെ കഴിഞ്ഞ് വെച്ച്, നീ എത്ര ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്? അത് പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഅബുദു സബ്അതൻ, ഞാൻ 7 ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്. സിത്തത്തൻ ഫിൽ അർദ് വവാഹിദൻ ഫിസ് സമാ, ഞാൻ ഭൂമിയിലുള്ള 6 ദൈവങ്ങളെയും ആകാശത്തുള്ള അള്ളാഹിനെയും ഞാൻ ആരാധിക്കുന്നുണ്ട്. അള്ളാഹിനെ ആരാധിക്കുന്നുണ്ട്, ഇവിടെയുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫൈദാ ഹലക്കൽ മാല ഫമൻ തദു, നിൻ്റെ സ്വത്ത് നശിച്ച് കച്ചവടമൊക്കെ പൊളിഞ്ഞ് നീ തൊലഞ്ഞു പോയാൽ നീ ആരോടാ പ്രാർത്ഥിക്കുക? മൻ ഫിസ് സമാ, ഞാൻ ഉപരിയിലുള്ളവനോട് അള്ളാഹിനോട് പ്രാർത്ഥിക്കും. മഴയില്ലാതെ വരൾച്ചയിൽ കഷ്ടപ്പെട്ടാൽ വെള്ളം നീ ആരോട് ചോദിക്കും? ഞാൻ അള്ളാഹിനോട് ചോദിക്കും. രോഗം വന്നാൽ അത് ശിഫയാകാൻ നീ ആരോട് ചോദിക്കും? ഞാൻ അള്ളാഹിനോട് ചോദിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തമായി അദ്ദേഹത്തോട് പറഞ്ഞു, അത് ശരി, നിൻ്റെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കുന്നത് ആകാശത്തുള്ളവൻ അള്ളാഹു, ഉപരിയിലുള്ളവൻ. നന്ദി കാണിക്കുന്നത് ഭൂമിയിലുള്ള നിന്നെപ്പോലുള്ള സൃഷ്ടികൾക്കാണോ? അയാൾ മാറി, അയാൾക്ക് പിന്നെ മറുപടി പറയാനില്ല. ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ആൾ കേൾക്കണം. ദൈവങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അസുഖം മാറാൻ, അല്ലേ, ICUവിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ഭഗവാന്മാർക്ക് വേണ്ടി, ബാബമാർക്ക് വേണ്ടി ആരാധന നടക്കുക. അങ്ങനത്തെ നാട്ടിലാണ് നമ്മൾ. അവരോട് നമ്മളൊന്നിങ്ങനെ ചോദിച്ചു നോക്കൂ, ചോദിച്ചാൽ മാറും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിൽ ഒന്നാമത്തേത് തൗഹീദ് ഉൾക്കൊള്ളലും തൗഹീദിലേക്ക് ക്ഷണിക്കലുമാണ്. അത് നമ്മുടെ ഒന്നാമത്തെ ബാധ്യത. നാളത്തേക്ക് വെക്കാനുള്ളതല്ല. നമ്മുടെ പരിസരത്തുള്ള ഒരാൾ ശിർക്കിൻ്റെ വക്താവാണെങ്കിൽ ആദ്യം സ്വന്തം സമുദായത്തിൽ അള്ളാഹുവേ എന്നുള്ള വിളിക്കുന്ന നാവ് കൊണ്ട് മുഹമ്മദ് നബി എന്ന് വിളിക്കുന്ന ഒരാളാണെങ്കിൽ, മൊയ്തീൻ ഷെയ്ഖ് എന്ന് വിളിക്കുന്ന ഒരാളാണെങ്കിൽ തിരുത്തൽ നമ്മളെ ജോലിയാണ്. അത് വാശി കാണിച്ചല്ല തിരുത്തൽ, ശാഠ്യം പിടിച്ചല്ല തിരുത്തൽ, പ്രാകൃത സ്വഭാവം കാണിച്ചല്ല തിരുത്തേണ്ടത്. പിന്നെ ചിന്തിക്കാൻ അവസരം കൊടുക്കണം. തെളിവാണ് അവരുടെ മുന്നിൽ. അതിൻ്റെ ലളിതമായ ചില ഉദാഹരണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ നിയുക്തനാണ്. വ ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, തീർച്ചയായും താങ്കൾ നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അങ്ങനെ ഒരു സവിശേഷത കൊടുത്തിട്ടുണ്ട്. നമ്മളെ നേരിലേക്ക് നയിക്കേണ്ട ഡ്യൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. പക്ഷേ നബി ഉദ്ദേശിക്കുന്നവരൊക്കെ നേർവഴിയിലാക്കാൻ പറ്റൂല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത എന്ന് പറഞ്ഞത് സ്വന്തം പിതൃവിൻ്റെ കാര്യത്തിലാണ്. ഭൗതികമായ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തിരുന്നു അബൂ ത്വാലിബ്. ഹിദായത്തിൽ കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവസരം കൊടുത്തില്ല. അവിടെ ഹിദായത്ത് അള്ളാഹുവിൽ നിന്നാണ് ഏറ്റവും വലിയ തെളിവാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ മാതൃക ജീവിതത്തിലുടനീളം നമ്മൾ അവലംബിക്കണം. അതിൽ ഈ ഒരു ആദർശത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മൾ ജീവിത സംസ്കാരത്തിൽ സ്വീകരിക്കേണ്ട ചില മര്യാദകളുണ്ട്. മാതൃക എല്ലാ വശം കൂടി പറയാൻ നമുക്ക് ഇന്ന് നേരല്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുടെ ഉദാഹരണങ്ങൾ മാത്രം. ഒരു ദിവസം ഒരഅറാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, ഫാത്തിഹ പഠിച്ചു, നിസ്കരിക്കാൻ പഠിച്ചു. ഒന്നാമത്തെ ദിവസം തന്നെ. ഇതിൻ്റെ അവസാന ഭാഗമൊക്കെ എല്ലാവർക്കും അറിയാം, തുടക്കം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നപ്പോൾ നബി അങ്ങ് ഇഷ്ടപ്പെട്ടു. നബിയുടെ സ്വഭാവം, പെരുമാറ്റം മനസ്സിലായില്ല. ഒരു അറാബിയാണ് വന്നത്. നബിയെ പിന്നെ ഒരു സാധാരണക്കാരനല്ലെന്ന് വിചാരിച്ചാൽ അയാൾ ശ്രദ്ധിക്കാതെ അങ്ങ് വിട്ടൊന്നുമില്ല. അയാൾ അടുത്തിരുത്തി വിഷയങ്ങൾ ഓരോന്ന് പഠിപ്പിച്ചെടുത്തു. അവഗണിച്ചാൽ ചിലപ്പോൾ അയാൾക്ക് നബിയെ ഇഷ്ടപ്പെട്ടോണമെന്നില്ല. ആൾ വലിയ ജാടക്കാരനാണ്, കിബറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ശീലിച്ചിട്ടേ ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദ്യമായി അദ്ദേഹത്തെ വരവേറ്റു, അദ്ദേഹത്തിന് ഇസ്ലാം പഠിപ്പിച്ചെടുത്തു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, നിസ്കരിച്ചു. നബിയോടുള്ള ഇഷ്ടം കൊണ്ട് ആ മനുഷ്യൻ എന്ത് ദുആ ചെയ്തെന്ന് അറിയോ? അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദൻ വലാ തർഹം മഅനാ അഹദൻ, എന്നോടും മുഹമ്മദിനോടും നീ കരുണ കാണിക്കണമേ, ലോകത്ത് വേറൊരാളോടും നീ കരുണ കാണിക്കരുതേ. ആ അറാബിൻ്റെ ദുആ. അറാബിയല്ലേ, അയാളങ്ങനെ പഠിച്ച്. അത് എന്നോടും കരുണ കാണിക്കണം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരുണ കാണിക്കണം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അടുത്ത് വന്നിട്ട് പറഞ്ഞു, ലഖദ് ഹജർത വാസിയ, അള്ള വിശാലമാക്കിയത് നീ ചെറുതാക്കിയല്ലോ. അള്ള എല്ലാവരോടും കരുണ കാണിക്കാനാണ് തീരുമാനിച്ചത്. വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ നോക്കാതെ റഹ്മാനല്ലേ പടച്ചോൻ. ദുനിയാവിൽ മഴ കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആരോഗ്യം കൊടുക്കുന്നുണ്ട്, നല്ല ജോലി കൊടുക്കുന്നുണ്ട്, നല്ല കുടുംബത്തെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ദുനിയാവിൽ അള്ളാഹ് നോക്കല്ല, ഉണ്ടോ? റഹ്മാനാണ്. അള്ള എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചൊരു റഹ്മത്ത്, അത് നീ എന്തിനാ ചുരുക്കിയത്? നമ്മൾ രണ്ടാൾക്ക് മാത്രം, അത് ശരിയല്ല എന്ന് പറഞ്ഞു നല്ല ആൾക്ക് പറഞ്ഞത്. അയാൾക്കത് മനസ്സിലായി. എല്ലാവർക്കും കാരുണ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വിളിച്ചു. ഇതാണ് നബിയുടെ മാതൃക. നമ്മളോ
എല്ലാവർക്കും കരുണ കിട്ടണം എന്നൊക്കെ പറയും, പക്ഷെ അയാൾക്ക് കിട്ടരുത്. അയാൾ എൻ്റെ ആളല്ല, അയാൾ എനിക്ക് അന്ന് പാര വെച്ച ആളാണ്, എനിക്ക് ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളാണ്, എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ ആളാണ്. അങ്ങനെയല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് ചിലപ്പോൾ കുടുംബക്കാരനായിരിക്കും, ചിലപ്പോൾ അടുത്ത ആളെ, ചിലപ്പോൾ സഹപ്രവർത്തകർ, ഒരു റൂമിൽ കിടക്കുന്ന ആളായിരിക്കും. നമുക്ക് ഏതെങ്കിലും മനുഷ്യന്മാരല്ലേ അടുത്തടുത്തിരിക്കുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ ഒരൊറ്റ കാരണം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ആളുകളിൽ പോലും നഷ്ടമുണ്ടായാൽ സന്തോഷിക്കുന്നവർ അല്ലേ. അതേപോലെ തന്നെ അവർക്ക് കരുണയുണ്ടാകുന്നത് ഉൾക്കൊള്ളാൻ മനസ്സിന് വിശാലത ഇല്ലാത്തവർ. ഞാൻ 10-20 കൊല്ലമായിട്ടൊരു നല്ല ജോലി ഇതുവരെ ആയിട്ടില്ല, ആകെ 3 കൊല്ലമായിട്ടുള്ളൂ, എൻ്റെ അത്ര വിദ്യാഭ്യാസ ഗതി, എവിടെ അവൻ എത്തിപ്പെട്ടത്, എന്തിനാ അസൂയപ്പെടുന്നത്? ഒരാൾക്ക് ഹൈർ കിട്ടിയാൽ ബാറക്കല്ലാഹു ഫീക്ക്, പഠിച്ചാൽ നമുക്ക് ഹൈർ കിട്ടും. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു പഠിക്കേണ്ടത്. ശൈത്താൻ സമ്മതിക്കില്ല, മനസ്സ് കൊടുക്കും. അതാ നബി ലഖദ് ഹജർത വാസിയ, മനസ്സിൽ വെച്ചോളൂ, നിന്റെ മനസ്സിനെ അള്ളാഹു കുടുസാക്കിയിരിക്കുന്നു. നോക്കണം, അള്ള വിശാലമാക്കിയതിനെ നീ കുടുസാക്കിയിരിക്കുന്നു. നമ്മൾ അള്ള വിശാലാക്കിയത് എന്ത് ചെയ്യരുത്, കുടുസാക്കരുത്. അള്ള ആർക്കും എപ്പോഴാണ് നിയമത്ത് കൊടുക്കാൻ, നമ്മൾ അസൂയപ്പെട്ടുകൊണ്ട് നമുക്ക് കിട്ടിയില്ല അവൻ്റെത് കുറയില്ല, മനസ്സിലായില്ലേ? വേറൊരാൾക്ക് കിട്ടിയ അയാൾക്കെങ്കിലും കിട്ടിയാലും സന്തോഷിക്കുക, നമ്മളും അൽഹംദുലില്ലാ എന്നാണ് പറയേണ്ടത്. നമ്മൾ അദ്ദേഹത്തിന് അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടത്. എന്നാൽ നമ്മളെ കണ്ണയാൾക്ക് തട്ടൂല, മനസ്സിലായില്ലേ? കണ്ണേറ് തട്ടാതിരിക്കാൻ നല്ലത് ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറയാം. എങ്ങനെ ഒരാൾക്കൊരു ഹൈർ കിട്ടിയാൽ, ഞാൻ ഇത്രയും കാലമായിട്ട് നേടിയെടുക്കാൻ പറ്റത് അൽഹംദുലില്ലാ, മനസ്സിലായില്ലേ, ബാറക്കല്ലാഹു ഫീക്ക്, ഇങ്ങനെ പറയണമെങ്കിൽ കുറച്ച് വിഷമമുണ്ട്. ഇത് ക്ലാസ് എടുക്കുന്നവരെ എളുപ്പമല്ല എന്ന് എനിക്കറിയാം, പക്ഷേ പ്രവാചകൻ്റെ മാതൃകയിൽ നമ്മൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഈ മനുഷ്യനാണ് അപ്പം തന്നെ മടങ്ങിപ്പോകുമ്പോൾ അവിടെ ഇരുന്ന് മൂത്രമൊഴിച്ച്, ബാക്കി ഞങ്ങൾക്ക് അറിയാം. ഈ മനുഷ്യനാണ് ആ പള്ളിയിലിരുന്ന് ചെയ്ത് മൂത്രമൊഴിച്ച്. അപ്പോൾ സ്വഹാബികൾ, ഹദീസിലുള്ള വാക്ക് തന്നെ അദ്ദേഹത്തെ അടിക്കാൻ ഓങ്ങിയെന്ന്, അടിക്കാൻ വേണ്ടി സ്വഹാബികൾ വന്നപ്പോൾ നബി തടഞ്ഞു. നേരത്തെ ആ കഴുത്തിൽ മുണ്ടിട്ട ആൾ തടഞ്ഞില്ലേ, അടിക്കാൻ വന്നപ്പോൾ തടഞ്ഞു, അതേപോലെ തടഞ്ഞു. നബി സ്വഹാബത്തിന് തർബീയത്ത് ചെയ്തെടുക്കുകയാണ്, ഒറ്റ സൗണ്ട് അല്ലല്ലോ. എന്നാലും യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കിഹിം, ആയത്തുകൾ ഓതിക്കൊടുക്കും, അവരെ നന്നാക്കിയെടുക്കും. അപ്പോൾ ആയത്തിനനുസരിച്ച് അവരെ ശുദ്ധീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, വേണ്ട, അയാൾ മൂത്രമൊഴിക്കട്ടെ. മൂത്രമൊഴിച്ചിട്ട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. കഥയൊക്കെ കുട്ടികൾക്ക് പോലും അറിയുന്ന കഥയാണ്. അവിടെ വെള്ളം ഒഴിച്ചു. എന്നിട്ട് പ്രവാചകൻ അറാബിയെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചിട്ട് വീണ്ടും പറഞ്ഞു, ഇന്നഹാദിഹിൽ മസാജിദ്, മോനത് പള്ളിയാണ്. പള്ളികളെന്ന് പറഞ്ഞാൽ ലാ യസ്ലുഹു ഫിഹാ ശൈഉം മിനൽ അദാ വൽ ഖദർ, ഈ പോലെ മാലിന്യങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല, മൂത്രമൊഴിക്കാനുള്ള സ്ഥലമല്ല പള്ളികൾ. വ ഇന്നമാ ഹിയ ലിസ്സലാ വസിക്ർ വഖിറാഅത്തിൽ ഖുർആൻ, പള്ളി നിസ്കരിക്കാനും ദിക്ർ ചൊല്ലാനും ഖുർആൻ ഓതാനുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പള്ളി നിസ്കരിക്കാനും ദിക്ർ ചൊല്ലാനും ഖുർആൻ ഓതാനുള്ളതാണ്. നമുക്ക് അങ്ങാടി വർത്താനം പറയാനും വാണിഭം നടത്താനും കച്ചവടം നടത്താനും പറ്റിയ സ്ഥലമല്ല എന്ത്, പള്ളീൻ്റെ അകത്ത് വിചിന്തനം പോലും കച്ചവടം ചെയ്യാൻ പാടില്ല, പുറത്തു പോയിട്ട്. എന്താ കാര്യം? അതിനുള്ളതാണ് പള്ളി. നബി സാം പഠിപ്പിച്ചെടുത്തു അദ്ദേഹത്തിന്, പള്ളിയിൽ മൂത്രമൊഴിക്കരുത്. ഇനി ആ മനുഷ്യൻ എങ്ങനെയാണ് അദ്ദേഹത്തോട് പെരുമാറേണ്ടത്? ഒന്നാമത്തെ ദിവസം പ്രവാചകൻ്റെ അരികിൽ വരുന്ന ഒരാളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അല്ലേ? നമ്മളൊരു ബസ് കയറി തൊട്ടടുത്തുള്ള നമ്മളെ കാലിൽ ചവിട്ടിയാൽ നമ്മൾ പരിചയമില്ലാത്തവരാണെങ്കിൽ നമ്മളെ തനി സ്വഭാവമാണ് കാണും എല്ലാവരും. പിന്നെ നമ്മളെന്തിനാണ് മുസ്ലിമായത്, എന്തിനാ മുവഹിദായത്, എന്തിനാ സലഫിയായത്? ചിന്തിക്കണം. മാതൃക നബിയുടേതാണെന്ന് നാട്ടുകാരോട് പറഞ്ഞാൽ പോരാ, ഞാനാണിത് ആദ്യം ഉൾക്കൊള്ളേണ്ടത്, നിങ്ങൾ ഓരോരുത്തരുമാണ് അത് സ്വീകരിക്കേണ്ടത് അല്ലേ? ഇങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസ്, മുസ്ലിമിൽ നിന്നാണ് ഞാൻ ഈ സംഭവം വിശദമായിട്ട് നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി നബി ഉപദേശിക്കുന്ന രീതികൾ നോക്കൂ. ഭക്ഷണം കഴിക്കുന്നൊരു കുട്ടി അല്ലേ, ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹു പറയാണ്, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയോട് പ്രവാചകൻ പറയാണ്, മോനെ സമ്മില്ല, ബിസ്മി പറയും. കുട്ടികളെ ഉപദേശിക്കേണ്ട രീതി, ബിസ്മില്ല, സമ്മില്ല, നീ ബിസ്മില്ല എന്ന് പറ മോനെ, ബിസ്മില്ല ചൊല്ലിയിട്ട്. വക്കുൽ ബി യമീനിക്, മോനെ വലത്തെ കൈ കൊണ്ട് തിന്നണം. വക്കുൽ മിമ്മാ യലീക്, നിൻ്റെ ഭാഗത്തും തിന്നണം. നമ്മളൊരു മണി വറ്റ് താഴെ വീണാൽ ബിസ്മില്ല എന്നാൽ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടാണ് ബാക്കി, മനസ്സിലായോ? നല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നബി സാം പറയാം, കുട്ടികളെ എങ്ങനെയാണ് പരിശീലിപ്പിക്കേണ്ടത്, യാതൊരു ബോധമില്ല, അവിടെ ആക്കി എനിക്കെന്താ ബിസ്മില്ലാൽ. ഞാൻ ഭാഷ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം, പിന്നെ ഞാൻ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളെ കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തിനാ ഈ ചെറുപ്പം മുതലേ ചാട്യം കാണിക്കണം? 2-2.5 വയസ്സായ കുട്ടികളോടൊക്കെ ചില ഉമ്മാർ വർത്താനം പറയണ കേട്ടാൽ അവകാശമുണ്ട്, നൊന്ത് പറ്റതൊക്കെ തന്നെയാണ്, പക്ഷെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന പ്രായമല്ല. നിങ്ങൾ ഉള്ള സ്നേഹം ഉണ്ടായിട്ടാണ് പറയണമെന്ന് മനസ്സിലാക്കാൻ മാത്രം കുട്ടികളായിട്ടില്ല. എന്തിനാ ചെറുപ്പത്തിലെ നമ്മളോട് അകന്ന് നിൽക്കാൻ, ഉമ്മാനെ കാണാമെന്നാൽ മതിയായിരുന്നു, അപ്പ വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിൽ എന്തിനാ കുട്ടികളെ ലാളിച്ച് വഷളാക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞ അർത്ഥമല്ല. 10 വയസ്സിൻ്റെ മുകളിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ കാണുന്നൊരുത്തൊരു വടിയും വേണം, ഹദീസാ, മനസ്സിലായില്ലേ? ഒരാൾക്കൊരു ഭാര്യ ഉണ്ടെങ്കിലും
10 വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ കാണുന്നിടത്തൊരു ചാട്ടവാർ വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഇന്നഹു അദബുൽ ലഹും, ഭാര്യക്കും മക്കൾക്കും അതൊരാ